കർണാടകയും ബംഗാളും തമിഴ്നാടും മുംബൈയും എല്ലാം ഡൽഹിയും എല്ലാം അരങ്ങുവാഴുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ അരികുവൽക്കരിക്കപ്പെട്ടവരാണ് കേരളം. ആ കേരളത്തിൽ നിന്ന് പോസ്റ്റർ ബോയ് ആയ സഞ്ജു സാംസൺ എന്ന ഒരു താരോദയം ഉണ്ടായിട്ട് വർഷങ്ങളായി. പക്ഷേ സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മറുപേരായി മാറുന്ന ഒരു രാവാണിത്. സഞ്ജു സാംസണിലൂടെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ആ രീതിയിൽ സഞ്ജുവിന്റെ ഈ നേട്ടത്തിലൂടെ ഈ കേരള ക്രിക്കറ്റിന് കൂടി ഒരു പുതിയ മാനം വരിക കൂടിയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഹൃദയത്തെ അഭിമാനവും സന്തോഷവും കൊണ്ട് നിറച്ചു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അസാധാരണമായ കഴിവുകൾ, ദൃഢനിശ്ചയം, ടീം വർക്ക് എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇന്ത്യൻ ടീമിന്റെ വിജയം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇന്ത്യൻ ടീമിന് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സഞ്ജു സാംസണെയും ജസ്പ്രീത് ബുംറയെയും ടൂർണമെന്റിലെ അവരുടെ പ്രകടനത്തെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രതികരണം. രാജ്യത്തിനാകെ ആഘോഷിക്കാൻ അവിസ്മരണീയമായ മറ്റൊരു ദിവസം കൂടി, ഒരു നിമിഷം കൂടി സമ്മാനിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അങ്ങനെ രാജ്യത്ത് നിന്നെങ്ങും വലിയ രീതിയിലുള്ള അഭിനന്ദനം ഇന്ത്യൻ ടീമിനെ തേടിയെത്തുകയാണ്. അതിൽ സഞ്ജു സാംസനെ പ്രത്യേകം പേരെടുത്ത് പരാമർശിക്കുന്നു ആളുകൾ എന്നത് വലിയ അഭിമാനകരമായ നേട്ടം. എന്തായാലും T20 ഫോർമാറ്റിൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആ ടൂർണമെന്റ് നിലനിർത്തുന്ന ആദ്യ ടീമാവുകയാണ് ഇന്ത്യ. ആതിഥേയരായിരിക്കെ ലോകകപ്പ് നേടുന്ന ആദ്യ ടീമായിരിക്കുകയാണ് ഇന്ത്യ. 3 തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യ ടീമായിരിക്കുകയാണ് ഇന്ത്യ. അങ്ങനെ വലിയ നേട്ടങ്ങൾ ഈ ദിവസം. ഇന്ത്യയുടെ ഇന്ത്യക്ക് ഭാഗ്യമില്ലാത്ത ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരുന്ന അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ നിർഭാഗ്യങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിതാ ടീം ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡിനെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് 96 റൺസിന് ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ T20 ലോകകപ്പിലെ പുതിയ ചാമ്പ്യന്മാരായിരിക്കുന്നു. നേരത്തെ നിലവിലെ ചാമ്പ്യന്മാരാണ്. ആ ചാമ്പ്യൻ പട്ടം ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ സഞ്ജു സാംസൺ എന്ന മലയാളി താരം ഈ ടൂർണമെന്റിന്റെ താരമാവുകയാണ്. ഈ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ ഉണ്ടാകുമോ എന്നുകൂടി നമുക്ക് ഉറപ്പില്ലാതിരുന്ന ഒരു താരം. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ടൂർണമെന്റിൽ തന്നെ താരമായി മാറുന്നത്. CPM ജനറൽ സെക്രട്ടറി എം എ ബേബി. നേരത്തെ സഞ്ജു സാംസന്റെ പിതാവിനെ അദ്ദേഹം പോയി കണ്ടിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് CPM ജനറൽ സെക്രട്ടറി എം എ ബേബി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന്റെ വിജയത്തിൽ അഭിമാന നിമിഷം എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാന നിമിഷമാണ്. അതോടൊപ്പം മലയാളികളുടെയും അഭിമാന നിമിഷമാണ്. കാരണം ക്രിക്കറ്റിലെ വളരെ വാശേറിയ ഒരു ലോകകപ്പാണ് T20. അതിൽ അതിദയനീയമായി ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് അഭിമാനകരമായ രോമാഞ്ചജനകമായ ഒരു വിജയം ഇന്ത്യക്ക് നേടിയെടുക്കുന്നതിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ശ്രീ സാംസന്റെ പ്രിയപുത്രൻ സഞ്ജു സാംസണാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന, ആവേശം പകരുന്ന പ്രകടനം കാഴ്ചവെച്ചത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനത് പറയേണ്ടതില്ല. എന്നാൽ അദ്ദേഹം ഫൈനലിൽ ഇന്ത്യയെ ജയിപ്പിക്കുന്നതിന് ആവശ്യമായ വെടിക്കെട്ട് ബാറ്റിംഗ് എന്ന് നാടൻ ഭാഷയിൽ പറയും. ആ ബാറ്റിംഗ് ഫൈനലിൽ നടത്തുക മാത്രമല്ല ചെയ്തത്. ഈ ലോകകപ്പിന്റെ താരമായി സഞ്ജു സാംസൺ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അധികം ഞാൻ സംസാരിക്കുന്നില്ല. സ്പോർട്സുമായിട്ട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിച്ചു പോകുന്നൊരു അപകടമുണ്ട്. ഞാനത് നിയന്ത്രിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ഇടയില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സഞ്ജു സാംസൺ അതുല്യനായ ഒരു കായിക പ്രതിഭ മാത്രമല്ല, സ്പോർട്സ് മേഖലയിൽ സാധാരണ കാണാത്ത വളരെ വലിയ ഒരു കായിക സംസ്കാരത്തിന്റെ ഉടമ കൂടിയാണ്. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയോ? ഇതിനു മുമ്പ് ഒരു മത്സരത്തിൽ ഇതുപോലെ വെടിക്കെട്ട് പ്രകടനം നടത്തി മാൻ ഓഫ് ദ മാച്ചായിട്ട് സഞ്ജു സാംസനെ തെരഞ്ഞെടുത്തു. അത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞത് അന്ന് അഭിമാനകരമായ ബൗളിംഗ് പ്രകടനം നടത്തിയ ജസ്പ്രീത് ബുംറയുണ്ട്. ഇന്നിപ്പോ ഫൈനലിലെ താരമായിട്ട് സഞ്ജു സാംസനെ തിരഞ്ഞെടുക്കാം. ബാറ്റിംഗ് നോക്കിയ ബൗളിംഗിൽ ഹാട്രിക്ക് നേടി ബുംറ.
യെസ്, അങ്ങനെ MABയുടെ പ്രതികരണമാണ് കണ്ടത്. നാനാഭാഗത്ത് നിന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതികരണം.